നന്ദു വീട്ടിൽ ഒറ്റയ്ക്കുള്ള ദിവസം അനാമിക അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അനാമികയെ കാണുമ്പോഴേക്കും നന്ദു ഒന്ന് ഷോക്കാവുന്നുണ്ട്. എന്താ നന്ദു എന്നെ കണ്ടിങ്ങനെ ഷോക്കായി നിൽക്കുന്നത്, എന്നെ അകത്തോട്ട് വിളിക്കുന്നതിൽ ചോദിക്കുമ്പം കയറി അനാമിക എന്ന് പറയുന്നുണ്ട്. അനാമികനോട് വിളിച്ചിരുത്തുമ്പം എന്താ നന്ദു നിനക്ക് പറ്റിയത്, നീ ആകെപ്പാടെ അങ്ങ് സ്ട്രെസ്ഡ് ആണല്ലോ എന്ന് പറയുമ്പം ഒന്നുമില്ല അനാമിക, ഞാൻ ഓക്കെ ആണ് എന്ന് പറയുന്നുണ്ട്. എന്നാലും ഇവിടെ ഇരിക്കുക, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അനാമിക പറയാണ്, അന്ന് കാർഡ് എടുക്കാൻ പോയപ്പം ഞാൻ നിൻ്റെ അമ്മയോട് വിളിച്ച് പറഞ്ഞിരുന്നു, നീ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിന്നെ അവൻ്റെ കൂടെ വിടരുതെന്ന്. കാരണം നീ വന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ കാർഡ് മാത്രമേ നിനക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് നന്ദു അവളുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പോഴേക്കും അനാമികയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇവർ രണ്ടുപേരുടെ ഉള്ളിൽ പ്രണയമുണ്ട് എന്നുള്ള കാര്യം. അങ്ങനെ അനാമിക പറയാണ്, നന്ദു ഞാൻ ആദ്യമായിട്ടൊരു പയ്യനെ സ്നേഹിക്കുന്നത്, എനിക്ക് അത്രത്തോളം ഇഷ്ടമാണ്, എൻ്റെ വീട്ടുകാർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ അലയൻസ് വന്നത് തന്നെ ഞങ്ങൾക്ക് വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ അനിയെപ്പോലെ കവിത എഴുതുന്ന ഒരാൾ എൻ്റെ മനസ്സിന് വല്ലാതെ അങ്ങ് പിടിച്ചുപോയി. ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറ്റാരും ഉണ്ടായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഒന്ന് ചെറുതായിട്ടൊന്ന് സെൻറ്റിമെൻ്റലായിട്ടൊന്ന് ബ്ലാക്ക്മെയിലൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയാണ്, അല്ല ആൻറ്റി അവിടെയല്ലേ, അച്ഛനവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പുറത്തേക്ക് പോയതെന്ന് പറയുന്നുണ്ട് നന്ദു. പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്, കല്യാണം ഉറപ്പിച്ച കാര്യമൊക്കെ നീ അറിഞ്ഞു കാണുമല്ലോ. എൻ്റെ തന്നെ ഇൻവിറ്റേഷൻ കാർഡാണെന്ന് പറഞ്ഞിട്ട് കാർഡ് കൊടുക്കുകയാണ്. ഈ കാർഡ് കാണുമ്പോഴേക്കും നന്ദുവിന് ചങ്ക് പൊട്ടിപ്പോവാണ് കേട്ടോ. ഈ കാർഡ് കണ്ട് നന്ദു ഇങ്ങനെ പൊട്ടിക്കരാൻ നിൽക്കുകയാണ്. പക്ഷേ ആ കണ്ണന്തിരി ഇങ്ങനെ അടക്കി പിടിച്ച് നന്ദു നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും അനാമിക പറയാണ്, നിന്നോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കല്യാണത്തിന് നീ വരരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നന്ദു ഞെട്ടി ഇങ്ങനെ അവളെ നോക്കുകയാണ്. അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് നന്ദുവിനറിയില്ലേ. അനിയുടെ മനസ്സിൽ നീ ഫ്രണ്ട് മാത്രമായിരിക്കാം, പക്ഷെ നിങ്ങൾക്കുള്ളിൽ എന്തോ ഒരു വല്ലാത്തൊരു അഫെക്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നീ വന്നു കഴിഞ്ഞാൽ അന്ന് തന്നെ മത്സരത്തിനൊക്കെ കണ്ടില്ലേ, നീ എൻ്റെ ബ്രോ ഇങ്ങ് വാന്ന് പറഞ്ഞ് നിന്നെ കയറ്റിയിട്ട് അവൻ ഓരോ മത്സരങ്ങൾക്ക് പങ്കെടുപ്പിക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ ഒരു അവൻ്റെ കാമുകി എന്ന നിലയിലും ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടി എന്ന നിലയിലും എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അത് നന്ദു ആരെയും പ്രണയിക്കാത്തതുകൊണ്ട് നന്ദുന് തോന്നാത്തതാ. നന്ദു ഒരാളെ പ്രേമിച്ച് നോക്ക്, അപ്പം അറിയാം ആ ഒരു പൊസസീവ്നെസ് എന്താണെന്നുള്ളത്. എനിക്കുള്ളത് ആ പൊസസീവ്നെസ്സാണ്. എൻ്റെ അനിയനെ മറ്റാരും തൊടുന്നതോ പിടിക്കുന്നതോ സ്നേഹിക്കുന്നതോ എനിക്കിഷ്ടമില്ല. ആ ഒരു പൊസസീവ്നെസ്സാണ് എനിക്കുള്ളത് എന്നൊക്കെ പറയാണ്. അവിടെ കല്യാണത്തിന് നന്ദു വന്നാൽ അവൻ എന്തായാലും എന്നേക്കാൾ ഇമ്പോർട്ടൻസ് നിനക്ക് കൊടുക്കും. അതെനിക്ക് സഹിക്കാനാവില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നീ കല്യാണത്തിന് വരരുത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് തിരിയുമ്പോഴേക്കും അനാമിക ഗോവിന്ദനെ കാണുകയാണ്. ഗോവിന്ദൻ സങ്കടം വന്ന് ആ വാദപ്പിടിക്ക് നിൽക്കുകയായിരിക്കും. അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിട്ട് അനാമിക പറയണം, അങ്കിൾ ഞാൻ കല്യാണം വിളിക്കാൻ വന്ന ഇൻവിറ്റേഷൻ നന്ദുവിനെ കൊടുത്തിട്ടുണ്ട്, അങ്കിൾ തീർച്ചയായിട്ടും കല്യാണത്തിന് വരണം എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പായി പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഗോവിന്ദൻ വരുമ്പോഴേക്കും നന്ദു ഇങ്ങനെ കരയാതെ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയായിരിക്കും. ഗോവിന്ദൻ കെട്ടിപ്പിടിക്കുമ്പോഴേക്കും നന്ദു പൊട്ടി കരയുന്നുണ്ട്. അപ്പോഴേക്കും എൻ്റെ മോളൊന്ന് ഓർത്ത് വിഷമിക്കേണ്ട, ആ കല്യാണത്തിൽ പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട, എൻ്റെ മോള് പോകണ്ട, അല്ലെങ്കിൽ മോൾക്ക് സഹിക്കാനാവില്ലെന്ന് അച്ഛനറിയാം. മോള് ഇവിടെ തന്നെ ഇരിക്കണം, ആ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വേണം എൻ്റെ മോൾ ഉഷാറായിട്ടൊന്ന് പഴയ പോലെ ഇറങ്ങാൻ. എൻ്റെ പഴയ നന്ദൂട്ടൻ എനിക്ക് കാണാൻ ഇഷ്ടം. അടിയും തല്ലും വഴക്കൊക്കെ ഉണ്ടാക്കി ഫുട്ബോൾ ഗ്രൗണ്ടിലൂടെ നടക്കുന്ന എൻ്റെ നന്ദുവിനെ കാണാൻ എനിക്കിഷ്ടം. ഈ നന്ദുവിനെ എനിക്ക് കാണണ്ട, പെൺകുട്ടിയായ നന്ദുവിനെ എനിക്ക് വേണ്ട, ആൺകുട്ടിയായ നന്ദു എനിക്ക് മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദൻ നന്ദുവിനെ നന്നായിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, കനകം എന്തായാലും അവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, അനി എന്ത് ചെയ്താലും അവൾ അവിടെ നിന്ന് മുടക്കി വിട്ടോളും എന്നൊക്കെ പറയാണ്. പിന്നെ പറയുന്നുണ്ട്, എൻ്റെ മോള് അബദ്ധത്തിൽ പോലും ഒരു തെറ്റ് കാണിക്കരുതെന്ന് പറയുമ്പം ഒരിക്കലും ഇല്ല അച്ഛാ, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്കും എൻ്റെ ചേച്ചിമാർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം ഒരിക്കലും ഞാൻ ചെയ്യില്ല അച്ഛാ എന്നൊക്കെ പറയാണ്. അത് മോളെ നിങ്ങളുടെ ഇഷ്ടമില്ലായിട്ടൊന്നും അല്ല പറയുന്നത്, മറ്റേതൊരു പയ്യനാണെങ്കിലും അച്ഛനെ നിമിഷം തന്നെ നിൻ്റെ കല്യാണം നടത്തി തന്നേനെ, പക്ഷെങ്കിൽ ഇത് അനിയായിപ്പോയത് കൊണ്ട് മാത്രമാണ് എന്ന് പറയാണ്. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് അച്ഛാ, അനി ഒരിക്കലും നമ്മുടെ കുടുംബത്തിന് യോജിച്ച പയ്യനല്ല, എനിക്ക് യോജിച്ച പയ്യനല്ല. പക്ഷേ ഇത്ര നാളായിട്ടും മറ്റാരും എനിക്ക് സ്നേഹിക്കാൻ തോന്നിയിട്ടില്ല, അനിയുടെ മാത്രമേ എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടായിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവളും കരയുന്നുണ്ട്. അങ്ങനെ ഗോവിന്ദൻ വിളിച്ചിട്ട് കനകത്തിനോട് പറയാണ്, ഇതുപോലെ അനാമിക വന്നിട്ട് നമ്മളുടെ മോളോട് കല്യാണത്തിന് വരരുത് എന്ന് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴേക്കും കനകം പറയാണ്, പാവം എൻ്റെ മോള്, അവൾ എന്തുമാത്രം വിഷമിച്ച് കാണുമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അച്ഛൻ പറയാണ്, അതെ ഒരുപാട് അവൾ വിഷമിച്ചു, അനാമിക പോയപ്പോഴേക്കും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളെന്നെ കെട്ടിപ്പിടിച്ചെന്ന് പറയാണ്. കനകം പറയാണ്, അവളെ ഒന്ന് ശ്രദ്ധിച്ചോണേ, എനിക്ക് നല്ല പേടിയുണ്ട് അവളുടെ കാര്യത്തിലെന്ന് പറയുമ്പം അവൾ എന്നോട് പറഞ്ഞു, ചേച്ചിക്കും അമ്മയ്ക്കും അച്ഛനും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം അവൾ ചെയ്യില്ലാന്ന് അവൾ വാക്ക് തന്നിട്ടുണ്ട് എന്ന് പറയാണ്. എന്നിട്ട് കനകം പറയുന്നുണ്ട്, അതൊക്കെ ശരിയായിരിക്കും, പക്ഷേ എൻ്റെ മോള് തകർന്ന അവസ്ഥയിൽ ഇപ്പോൾ ഇരിക്കുക, അതുകൊണ്ടൊന്ന് സൂക്ഷിക്കണം, ഇവിടെ ഇപ്പം എനിക്ക് വരാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ടാണ്, 3-4 ദിവസങ്ങളിൽ ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാമെന്നും കനകം പറയുന്നുണ്ട്.
അങ്ങനെ അത് പിന്നീട് കാണിക്കുന്നത് നന്ദു ഇങ്ങനെ വിഷമിച്ച് കട്ടിലിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ഫോണിലുള്ള ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആനിയാണേലും അവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. എൻ്റെ മനസ്സിലുള്ളത് നന്ദുവാ, അതിവിടെ എനിക്ക് ആരോടും പറയാൻ പറ്റില്ല. നന്ദുവിൻ്റെ മനസ്സിൽ ഞാനുണ്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കാരണം അവളുടെ ഓരോ നോട്ടത്തിലും പെരുമാറ്റത്തിലും എനിക്ക് മനസ്സിലായതാ. എൻ്റെ കല്യാണം ഉറപ്പിച്ച ആ ദിവസം മുതലാണ് നന്ദുവിന് ഈ ഒരു മാറ്റമൊക്കെ ഉണ്ടായത്. അന്ന് ഞാൻ അവളെ വയ്യാതെ അവളെ തൊട്ടപ്പോഴൊക്കെ അവൾക്ക് ആ ഒരു ഫീലിങ്സ് ഉണ്ടായത് എനിക്ക് മനസ്സിലായതാ എന്നൊക്കെ പറഞ്ഞ് അവൻ സ്വന്തമേ ഇങ്ങനെ പറഞ്ഞു നടക്കാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നയന വരുന്നുണ്ട്. എന്താ സ്വന്തമായിട്ടൊന്ന് പിറുപിറുക്കെന്ന് ചോദിക്കുമ്പോഴേക്കും ഒന്നുമില്ല ചേച്ചി എന്ന് പറയാണ്. അപ്പോഴേക്കും നയന പറയാണ്, ഇതുവരെ നീ ആ കേസ് വിട്ടില്ലേ ചോദിക്കുമ്പം അതങ്ങനെ വിടാൻ പറ്റുമോ ഏട്ടത്തി? മനസ്സിനകത്ത് കയറിപ്പോയതല്ലേ, അതങ്ങനെ ഉടനെ അങ്ങ് മാറുകയില്ലെന്ന് പറയുമ്പം നയന പറയാണ്, അനി നീ ഒരു കാര്യം ശ്രദ്ധിക്കണം. അനാമിക നിന്റെ ജീവിതത്തിലേക്ക് വരാൻ പോവാ, അതുകൊണ്ട് അതൊക്കെ നീ അങ്ങ് മാറ്റി വെച്ചേരെ. ഇനി അങ്ങനെ എന്തെങ്കിലും നിന്റെ മനസ്സിലുണ്ടായാൽ അത് കയറി വരുന്ന പെൺകുട്ടിക്ക് എന്തുമാത്രം വിഷമമായിരിക്കുന്നു ആലോചിച്ച് നോക്കി എന്ന് പറയാണ്. ഏട്ടത്തി, ഒരിക്കലും എനിക്ക് അനാമികനെ എൻ്റെ ഭാര്യയായിട്ട് കാണാൻ കഴിയില്ല. കാരണം എൻ്റെ മനസ്സ് നിറയെ അവൾ മാത്രമാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ആദർശ് വരുന്നുണ്ട്. ആദർശ് ചോദിക്കുകയാണ്, ഏതവളാണ് എന്ന് ചോദിക്കുമ്പോഴേക്കും അനി അങ്ങ് മിണ്ടാതെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഞാനിവിടെ പല പ്രാവശ്യവും പറഞ്ഞു, ഈ ഒരു കേസ് കേട്ടും പറഞ്ഞുകൊണ്ട് നീ നിൽക്കരുത് എന്നുള്ള കാര്യം. മുത്തശ്ശൻ്റെ അവസ്ഥ നിനക്ക് അറിയാമല്ലോ. അപ്പോഴേക്കും അനി പറയാണ്, എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്ത് മനസ്സിലാക്കാനാ? നീ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ ആ പെൺകുട്ടി നിന്നെ ഇഷ്ടമാണെന്ന് നിനക്ക് അറിയത്തുകൂടിയില്ല അല്ലേ? അത് മാത്രമല്ല, ആ പെൺകുട്ടി കുടുംബത്തിന് ചേരാത്താന്ന് നീ തന്നെ പറയുന്നുണ്ട്. പിന്നെ ഞങ്ങൾ എങ്ങനെ അംഗീകരിക്കുക? നീ പറ. അല്ല, നമ്മുടെ കുടുംബത്തിന് ചെയ്യുന്നൊരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിലും ആ പെൺകുട്ടി തന്നെ അതുപോലെ ഇഷ്ടമാണെന്നുണ്ടെങ്കിലും നമുക്ക് എങ്ങനെയെങ്കിലേക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാമായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിൽ, മുത്തശ്ശൻ വാക്കും കൊടുത്തു പോയ അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതല്ലെങ്കിൽ നീ മുത്തശ്ശന് വാക്ക് കൊടുക്കുന്നതിന് മുമ്പേ പറയണമായിരുന്നു. നീ അത് പറഞ്ഞില്ലല്ലോ, പിന്നെ ഇപ്പോൾ പറഞ്ഞിട്ട് എന്താ പ്രയോജനം എന്നൊക്കെ ചോദിക്കുകയാണ്. അതെ, അപ്പോൾ പറഞ്ഞ് എൻ്റെ തെറ്റാ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും അവളുടെ കൂടെ ജീവിച്ചേനെ എന്നൊക്കെ പറഞ്ഞ് അവനിങ്ങനെ വല്ലാത്ത വിഷമിച്ച് നിന്നിട്ട് അകത്തേക്ക് രണ്ടുപേരും മിണ്ടാതെ കയറി പോവാണ്. ഡാ എന്ന് ആദർശ് വിളിക്കുന്നുണ്ടെങ്കിലും തിരിഞ്ഞു നോക്കാതെ അവൻ അകത്തേക്ക് കയറിപ്പോയി കഥ അടയ്ക്കുന്നു. നയന പറയാണ്, അവന് നല്ല സങ്കടമുണ്ട്, ഏതോ ഒരു പെൺകുട്ടിയെ അവൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു എന്നൊക്കെ പറയാണ്. ആദർശ് പറയാണ്, എന്തായാലും നീ ഇതൊന്നും അവൻ്റെ മുമ്പ് വെച്ച് പറയണ്ട, അവൻ്റെ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ട. എങ്ങനെയെങ്കിലും അനാമിക അവനോട്ടുള്ള വിവാഹം നടക്കണം, അല്ലെങ്കിൽ മുത്തശ്ശൻ്റെ അവസ്ഥ നിനക്കറിയാലോ. മുത്തശ്ശനാ പോയി വാക്ക് കൊടുത്തത്, വാക്ക് മാറ്റണമെങ്കിൽ മുത്തശ്ശൻ മരിക്കണം, അത് നിനക്കറിയില്ലേ? അതിനുള്ള അവസരം നീ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞിട്ട് ആദർശം ദേഷ്യപ്പെട്ട് കയറി പോകുന്നുണ്ട്. നയന് മനസ്സിലോർക്കാണ്, അനി സ്നേഹിക്കുന്ന പെൺകുട്ടി അതാരായാലും ഭാഗ്യം ചെയ്തവളായിരിക്കും. കാരണം അബിയാണെങ്കിൽ എൻ്റെ ഏച്ചിനെ സ്നേഹിക്കുന്നില്ല, ആദർശം എന്നെ സ്നേഹിക്കുന്നില്ല. പക്ഷെങ്കിൽ അനി വന്നു കയറുന്ന പെണ്ണെ സ്നേഹിച്ചിരുന്നെങ്കിൽ അവരെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റിയേനെ. ബാക്കിയുള്ളവർക്ക് ഇഷ്ടമില്ലെങ്കിലും എന്നൊക്കെ നയനിങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്ദു അവിടെ ഇങ്ങനെ വിഷമിച്ച് ആ ഒരു ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അനിയെ വിളിക്കണോ വേണ്ടോ എന്ന് ആലോചിച്ച് ഫോൺ എടുക്കുന്നുണ്ട്. എന്നാൽ വിളിക്കണ്ടെന്ന് ഓർത്ത് വീണ്ടും താഴെ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനി അവളെ വിളിക്കണമെന്ന് ആലോചിച്ച് ഫോൺ എടുക്കുന്നുണ്ടെങ്കിലും വീണ്ടും അവനും താഴെ വെക്കുന്നുണ്ട്. അങ്ങനെ പരസ്പരം രണ്ടുപേരും ഹൃദയം തുടങ്ങുന്ന വേദനയുമായിട്ട് രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ വരാനിരിക്കുന്ന സ്റ്റോറീസും ഡെയിലി എപ്പിസോഡ് റിവ്യൂസൊക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ് ആവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.